അപ്പോഴേ നമ്മുടെ പുതിയൊരു ചെറുക്കം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നമ്മുടെ യാത്രകളിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ പഴയ മുതലേ ലെജൻഡറിനെ, കാരണം ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ പുതിയ വാഹനം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഫിനാൻസിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളതൊരു ഡീസൽ നെക്സോൺ AMT വാഹനമാണ്, ഓട്ടോമാറ്റിക് വാഹനം. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി ഓടുന്നത്, അതായത് ഒരു ചെറിയൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. വാഹനം ഫസ്റ്റ് ഗിയറിലാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച മാതിരിയിട്ട് വാഹനം ഒരു എന്താ പറയുക, നമുക്കൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് കയറാനോ അല്ലെങ്കിൽ ഒരു ലാഗിങ് അല്ലേ, ഒരു ലാഗ് അടിച്ച ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഡീസൽ നെക്സോൺ ഓട്ടോമാറ്റിക് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ നമുക്ക് അത്യാവശ്യം തിരക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം പിന്നെ റൈഡ് ചെയ്ത് കയറി പോകാനൊക്കെ ഉള്ളതായിരിക്കും. നല്ല അത്യാവശ്യം തിരക്കുകളായിരിക്കും, എപ്പോഴും തിരക്കുകളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലാഗ് അടിച്ച് പോകുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു മൈൻഡിന് ഒരു കോൺഫിഡൻസ് കിട്ടില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ലാഗിന്റെ ഉസ്താദ് അല്ലേ. ശരിക്കും ഇത് എന്താണ് ഇത് ഇങ്ങനെ ആവാൻ കാരണം? കാരണം എന്നെക്കാളും ഒരുപാട് പഠിച്ച ഒരാളാണ് ഇയാള്. നമ്മളെ പർച്ചേസും കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണ്. ശരി, ഞാൻ കഴിഞ്ഞ മുമ്പ് ഒരു വീഡിയോയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളെ പറ്റി. ശരിക്കും എന്താണ് ഇങ്ങനെ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് ഡീസൽ ഒരു AMT എന്നാണ് ഗിയർ ബോക്സ് തന്നെ ഇറക്കിയാണ്. അതെ, ഡീസൽ AMT ആണ്. അതെ, അങ്ങനെ ആവുമ്പോൾ AMT പൊതുവെ ഭയങ്കര ലാഗും പിന്നെ വണ്ടി പിന്നിക്കൊരു ഇറക്കൊക്കെയാണ്. അതെ, പിന്നിലേക്ക് ഇറങ്ങുന്നത് അത്ര ഇറങ്ങുന്നില്ല. ഇപ്പൊ ഇത് ഹിൽ ഹോൾഡ് പോലെ കയറി പോകുന്നുണ്ട്. ഇപ്പൊ ഇത് കയറ്റത്ത് നിന്നല്ലോ, പക്ഷെ ഈ വണ്ടി കയറി പോകുന്നുണ്ട്. ഈ ഡീസലും 1.2 അല്ലേ വരിക, 1.2 ആയതുകൊണ്ടായിരിക്കും ഇത് കയറി പോകുന്നത്. ശരിക്കും ഇത് ഒരു ലേഡീസ് പർപ്പസ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാൾക്ക് ഒരു ഓഫീസ് പർപ്പസ് അല്ലെങ്കിൽ നോർമൽ റണ്ണിങ്ങിന് ബെസ്റ്റാണ്. കാരണം വെച്ചാൽ അവർക്ക് അവരെ ഒരു 40-50 സ്പീഡിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഡീസൽ ആയത് നെക്സോൺ ആയതുകൊണ്ട് ഒരു 16-17 റേഞ്ചിൽ നമുക്ക് ഷുവർ മൈലേജ് കിട്ടുന്നുണ്ട്. ആവറേജ് മൈലേജ് ഇപ്പോൾ ഇത്രയും ഞാനൊരു ലോക്കൽ റണ്ണിൽ തന്നെ എനിക്കൊരു 14 കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ മെയിൻ്റനൻസ് മറ്റുള്ള CVT ആണെങ്കിലും AT ആണെങ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ കുറവായിരിക്കും അല്ലേ. AMT അതൊരു മൈലേജ് കുറവ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ ആകെ നെഗറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാഗിങ്, അത് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ഈ യാത്രയിലൊക്കെയാണ് നമ്മളെ ചെറുക്കനെ മിസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കാരണം അത് ഒരു വേറെ ലെവൽ തന്നെ, ഒരു വൈബ് തന്നെ ആയിരുന്നു. അതിനെ വല്ല ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാരിയർ ഓടിച്ച് മറ്റേത് ഓടിച്ചു ഒരുപാട് വാഹനം ഓടിച്ചിട്ടും ആ ഒരു കംഫർട്ടിലേക്ക് എത്തുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഇപ്പൊ ചെറിയൊരു കുറ്റബോധമുണ്ട്. എന്ത് കൊടുക്കണ്ടില്ലായിരുന്നു പുറത്തു പറയാൻ പറ്റില്ലല്ലോ. കാരണം കൊടുത്തും ചെയ്തു. പിന്നെ നമുക്ക് ഒരു വാഹനം നോക്കിയിട്ടും ആ ഒരു കംഫർട്ട് ഒരിക്കലും കിട്ടുന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡ് തപ്പിക്കൊണ്ടിരിക്കുക. വേറെ അതേ വാഹനം ഇന്നലെ മിഞ്ഞാന്ന് കോയിലെക്സിൽ കുറച്ച് ബഡ്ജറ്റ് പറഞ്ഞ വാഹനം തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് സെക്കൻഡറി പർപ്പസിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു പിന്നെ ഇപ്പോൾ നമ്മുടെ കമന്റിൽ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ പോർച്ചിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രൗഡിയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിലൊരു യാത്ര കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ്. സംഭവം മൈലേജും കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. പലരും അഭിപ്രായപ്പെടും ആ പൈസക്ക് അത്രയും പൈസ മുടക്കിയിട്ട് എന്താ തന്നെയാത്തുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ല എന്നുള്ള പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അതേറ്റ് റോഡിൽ ഇറങ്ങുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈബ് നമുക്ക് വേറെ വണ്ടിക്ക് കിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടണം. നമുക്ക് വരാൻ പോകുന്ന ഒരു പുതിയ മുതൽ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് റിവീൽ ചെയ്യാണ്ട് ഞങ്ങളിവിടെ ബക്കരവർമ്മ അതിൻ്റെ പുതിയ വാഹനത്തിൻ്റെ കുറച്ച് ഫിനാൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ AMT വാഹനം ഒരുപാട് പേര് കമന്റിൽ ചോദിക്കണം AMTനെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് AMTന്റെ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ഇപ്പം എനിക്കൊരിക്കലും ഈ AMT സൂട്ട് ആവില്ല എന്നുള്ള ഇപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇതാ പോകുന്നത് നമ്മൾ ബ്രേക്കുമ്പോൾ വലിക്കുമ്പോൾ തന്നെ വാഹനം പോകുന്നു, ചാടുന്നു, നിൽക്കുന്നു. ആകെ ഒരുമാതിരി എന്താ ഒരു അൽക്കുൽത്ത, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽക്കുൽത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അത് ഒരു കുത്തും ചാട്ടും ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ആ ഒരു പിന്നെ ടോർക്ക് കൂടുതൽ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന ആള് പിന്നെ എന്ത് ചെയ്യണം, ബോഡി മൊത്തത്തിൽ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇത് സാധാരണ ഒരു നോർമൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പതിയെ നോർമൽ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബെസ്റ്റാണ്. കാരണം നല്ല ഫ്യൂൽ കൺസംഷനും പിന്നെ ഫ്യൂൽ ലാഭിക്കാം. അവരുടെ പർപ്പസ് ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റാം. അവർ ചെറിയ യാത്രകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഇനിവേ ഇതാണ് ഒരു AMTനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ AT CVT ഒരുപാട് ഗിയർ ബോക്സുകൾ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കലുണ്ട് എങ്ങനെയുണ്ട് AMT, അതെങ്ങനെയുണ്ട്, ഓരോ വാഹനത്തിനും എങ്ങനെയുണ്ട് ചോദിക്കലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു AMTയെ പറ്റിയുള്ള വിവരണം തന്നു മാത്രം. അപ്പോൾ ഇതൊരിക്കലും ഒരു AMT കുറ്റം പറയല്ല. കാരണം ഓരോ വാഹനത്തിനും അതിൻ്റെതായ നല്ല വശങ്ങളും പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. ഇപ്പോൾ AMTക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു മൈലേജ് കൂടുതലായിരിക്കും, കൺസംഷൻ കോസ്റ്റ് കുറവായിരിക്കും, അങ്ങനെ നല്ല വശങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ പിന്നെ AMTക്ക് നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ, ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടി ഇങ്ങനെ ഒരു സംഭവം കാണിച്ചത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.